ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ മോളെ ഈ തിരിച്ചുപോക്ക്. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല അമ്മാമേ. ചതിച്ച മനുഷ്യനോടുള്ള പ്രതികാരം മാത്രമാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം. നീ ഒരു പെണ്ണാ, പരിമിതികൾ ഒരുപാടുണ്ട്. ഈ എടുത്തുചാട്ടം അനുഭവിച്ചതിനേക്കാൾ വലിയ ആപത്തിലേക്കാവരുത്. ഇനി എനിക്ക് എന്ത് ആപത്ത് വരാനാ അമ്മാമേ? ഞാൻ തെരഞ്ഞെടുത്ത ജീവിതം തന്നെയാ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ആപത്ത്. മറ്റാരും അതിന് കാരണക്കാരല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് അനുഭവിച്ചല്ലേ പറ്റൂ. ശരി, അമ്മാമ ഇനി ഒന്നും പറയുന്നില്ല. നീ അറിവുള്ളവളാ. തെറ്റും ശരിയും തിരിച്ചറിയാൻ നിനക്ക് പറ്റും. പിന്നെ എന്ത് ചെയ്യുമ്പോഴും അവനവന്റെ പക്ഷത്ത് ന്യായീകരണങ്ങൾ ഉണ്ടാവണം. പകരം വീട്ടിയോ ദ്രോഹിച്ചോ ഞാൻ കണക്ക് ചോദിക്കില്ല അമ്മാമേ. ജേഡിയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങത്തടിയായി ഞാൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഒളിച്ചുവെച്ച സങ്കേതത്തിൽ നിന്നും മകളെ വെളിച്ചത്തിൽ കൊണ്ടുവരാനാവാത്തൊരവസ്ഥ ഞാനുണ്ടാക്കും. കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുന്നിൽ കീഴടങ്ങുന്നത് വരെ. അത് കഴിഞ്ഞാലോ? ഒരു ക്ഷമാപണം കൊണ്ട് നിന്റെ മനസ്സിനെ മാറ്റാമെന്ന് ജേഡിക്ക് തോന്നിയാൽ ജിഷയ്ക്ക് വേണ്ടി അയാൾ അതും ചെയ്യും. പിന്നെ നിന്റെ യാത്ര എങ്ങോട്ടായിരിക്കും എന്നുള്ളത് കൂടി ഈ അമ്മാമ്മയോട് പറയണം. ജേഡി മാപ്പ് പറഞ്ഞ് കീഴടങ്ങിയാൽ ആശിച്ച ജീവിതം ദാനമായിട്ട് കൊടുത്ത് പകയും പരാതിയും ഒന്നുമില്ലാതെ തന്നെ ആ പടിയിറങ്ങി ഞാൻ എൻ്റെ അമ്മാമ്മയുടെ അടുത്ത് വരും. അവസാന കാലം വരെ എൻ്റെ അമ്മാമ്മയ്ക്ക് കൂട്ടായിട്ട് നിൽക്കാൻ. നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയുന്ന ലക്ഷണമായി ചായ കാണുന്നേ. നാദിര നമ്മളെപ്പറ്റി എന്നതൊക്കെയോ മണത്തറിഞ്ഞിട്ടുണ്ട്. എന്നതാ നീ പറയുന്നേ? നമ്മളെ കുറിച്ച് അവൾ എന്നെ അറിയാനാ? ഓ, ഒന്നും അറിയാനില്ലാത്ത പുണ്യാളന്മാരാണല്ലോ നമ്മള്. അതല്ലടി, അവൾ എങ്ങനെ അറിയാനാന്നാ ചോദിച്ചത്. അതൊന്നും എനിക്കറിയത്തില്ല. റോക്കിച്ചായനും ആന്റി അറിയരുതെന്നും പറഞ്ഞ് അവൾ എന്നതൊക്കെയോ രഹസ്യങ്ങള് അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ നീ അറിഞ്ഞു? അവരെന്നതാ പറയുന്നേന്ന് കേൾക്കാൻ പാത്തും പതുങ്ങിയും വാതുക്ക ചെന്നതായിരുന്നു ഞാൻ. അപ്പോഴേക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അതൊന്നും നമ്മൾ അറിയരുതെന്ന് പറയുന്ന മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ശേ, അത് കൊള്ളാം. അപ്പൊ നീ കയറി ചോദിക്കണ്ടായിരുന്നോടി എന്നതാ കാര്യം? നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്കതിലെ രഹസ്യം പറഞ്ഞാ അതെന്നതാണെന്ന് അറിയണ്ടായോ? അതറിയാൻ ചെന്നാലേ ചിലപ്പോ പലതും അറിയേണ്ടി വരും. അതുവഴി നമ്മുടെ കയ്യിൽ നിന്ന് നാദിറ വഴുതി പോവുകയും ചെയ്യും. അതാണോ വേണ്ടിയിരുന്നേ? എന്റെ സംശയം ജിഷയുടെ അമ്മയെ കാണാൻ പോയ വഴി അവള് ഗീത എങ്ങാനും കണ്ടു കാണുമെന്ന്. ഏയ്, ഇനി അഥവാ കണ്ടാലും കീരിയും പാമ്പും കിന്നാരം പറയത്തില്ല ഗ്ലാഡിസേ. എങ്കിലല്ലേ നീ ഗീതയുടെ അടുത്ത് പോയ കാര്യം നാദിറ അറിയത്തുള്ളൂ. എന്നാലും എനിക്കെന്തോ ഒരു സംശയം. അവള് വീണ്ടും ജേഡിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണോന്ന്. അതോടെ നമ്മളെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ ചായ? ജേഡിയും നാദിറയും വീണ്ടും ഒന്നാവൻ തീരുമാനിച്ച ചെയ്തതൊക്കെ വെറുതെ ആവുമെന്ന് മാത്രമല്ല, ചെയ്യാത്ത കുറ്റത്തിന് പോലീസിന്റെ തല്ലുകൊള്ളേണ്ടിയും വരും. അതെന്നാത്തിനാ? കാണാതായ കൊച്ചിന്റെ പേരില്, അല്ലാതെ എന്നാത്തിനാ? കഷ്ടകാലത്തിന് ഞാൻ അതിനെ ഒന്ന് വിരട്ടിപ്പോയില്ലയോ? ഇനി അതിനെ തിരിച്ചു കിട്ടുന്നത് വരെ എനിക്ക് തലവേദന തന്നെയാ ഗ്ലാഡിസേ. ഇനിയിപ്പോ എന്നാ ചെയ്യൂ ചായ? നാദിറ പോകരുത്. അതിന് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അമ്മച്ചിയെ പാട്ടിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ജേഡിയും നാദിറയും ഒരു കാലത്തും ചേരില്ല എന്നുള്ള ചിന്ത അമ്മച്ചിയുടെ മനസ്സിൽ ഉറപ്പിക്കണം. അതിന് സാധിച്ച അമ്മച്ചി തന്നെ പിടിച്ചു നിർത്തിക്കോളും നാദിറെ. ഇനി ഞാൻ ചെറിയച്ഛന്റെ സമ്മതമില്ലാതെ എങ്ങും പോവില്ല. അതുപോലെ ആരുടെ വാക്ക് കേട്ടും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ചെറിയച്ഛൻ എനിക്കും വാക്ക് തരണം. ഈ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം.
സാറേ, അത്താഴം വിളമ്പി വെച്ചിരിക്കുന്നു, എടുത്ത് കഴിക്കുന്നോ? അടച്ചു വെച്ചിട്ട് കിടന്നോ, ഞാൻ കഴിച്ചോളാം. എന്നതാ സാറേ ഇത്? ആ മനസ്സ് തേങ്ങുന്നത് എൽദോ അറിയുന്നുണ്ട്. നല്ലത് മാത്രം ചെയ്തു കൊടുത്തിട്ടും ആ കൊച്ചൊരു വാക്ക് പറയാതെ പോയതിന് സാറെന്തിനാ ഇത്രമാത്രം സങ്കടപ്പെടുന്നത്? നന്ദിയുണ്ടെങ്കിൽ അവൾ സാറിനെ വിട്ട് പോവുമോ? ചിലപ്പോ നന്ദി ആയിരിക്കും അവള് കാണിച്ചത്. ഞാൻ അനുഭവിച്ചിരുന്ന ധർമ്മസങ്കടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാം. എങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സാറും അങ്ങനെ തന്നെ കരുതണം. എന്നിട്ട് നാദരെ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് പണ്ടത്തെ പോലെ സ്വസ്ഥമായിട്ടങ്ങ് ജീവിക്കണം സാറേ. ഉപദേശം കൊള്ളാം, അതിന് കിടക്കണ്ട. ഞാൻ വിളിച്ചാലേ അവള് വരുമെന്ന് പറഞ്ഞു കാണും. അയ്യോ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുടുംബം ഒന്ന് നേരെയായി കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാ. അതിഷ്ടപ്പെടുന്നില്ലെങ്കിൽ വായടച്ച് കഴിഞ്ഞോളാം. അല്ല, ഇതെന്നതാ ബാഗൊക്കെ ആയിട്ട് മോളത് എങ്ങോട്ട് പോവാ? ജേഡിയുടെ അടുത്തേക്ക്. അയ്യോ, ഇതെന്നെ മണ്ടത്തരേ കാണിക്കുന്നേ. കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോവാന്ന് വെച്ചത്? അല്ല, അമ്മച്ചി ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തേക്കാണോ? മോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നാ വേണം ഗ്ലാഡീസേ? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇവളുടെ കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അമ്മച്ചിക്കില്ലയോ? എന്നതായാലും ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് റോക്കി ചായനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ പോവാൻ നോക്കിയത് ഒട്ടും ശരിയായില്ല നാദരെ. ഇറങ്ങുമ്പോ ചോദിക്കാന്ന് കരുതി. അത് ശരി. തീരുമാനിച്ചിറങ്ങിയിട്ട് പോട്ടേന്ന് ചോദിക്കാൻ മാത്രമുള്ള വിലയെ നീ അപ്പ റോക്കി അങ്കിളിന് കൽപ്പിച്ചിട്ടുള്ളൂ അല്ലേ? ഓരോരുത്തർക്കും ഉള്ള വില ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നേക്കുമായുള്ള പിരിഞ്ഞുപോക്കിന് മുൻപ് നൽകേണ്ടവർക്കൊക്കെ ഞാനത് നൽകിക്കൊള്ളാം. അതൊക്കെ കയ്യിൽ തന്നെ അങ്ങ് വച്ചേച്ചാ മതി. ഞങ്ങൾ നിന്റെ സമ്പാദ്യം മോഹിച്ചിട്ടല്ല ഒന്നും ചെയ്തത്. സ്വന്തം പോലെ കരുതി സ്നേഹിച്ചതിന് ഇതുപോലെയുള്ള വിലകേട് കാട്ടാതിരുന്നാ മാത്രം മതി. അവൾ ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ ഗ്ലാഡീസേ? റോക്കി വന്നാ ഞാൻ പറഞ്ഞോളാം. വെറുതെ അത് ഇതും പറഞ്ഞ് നീ അവളെ വിഷമിപ്പിക്കണ്ട. എനിക്കുണ്ട് അമ്മച്ചി വിഷമം. ഇവളുടെ നന്മയ്ക്ക് വേണ്ടി റോക്കി ചായൻ ചെയ്തതൊക്കെ ഈ ഒരു തന്നിഷ്ടം കൊണ്ട് വെറുതെ ആയി പോകത്തില്ലയോ? ഒന്നും വെറുതെ ആവില്ല. റോക്കിയങ്കിള് ചെയ്തതും ആന്റി ചെയ്തതും ഒക്കെ എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുള്ളൂ. അതുപോരെ? അവള് പോയിട്ട് വരട്ടെ ഗ്ലാഡീസേ. നമ്മളെ ഒന്നും ധിക്കരിച്ചിട്ടല്ല അവള് പോകുന്നേ. പൊയ്ക്കോട്ടെ, ഞാൻ ആരെയും പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. പോട്ടെ അമ്മാമേ. ഉം. പറക്കാൻ പഠിച്ചതിനെ വളർത്താൻ പിടിക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്ന വെറുതെ അല്ല. തല്ലിയവരും തല്ലിച്ചവരും ഒക്കെ ഒന്നായി. തല്ലുകൊണ്ട ഇച്ചായം പുറത്തും. ആരും ഒന്നായിട്ടുമില്ല, ആരും പുറത്തായിട്ടുമില്ല. എൻ്റെ മോൾ ഇപ്പൊ പോയത് നാളെ നിങ്ങൾക്ക് അവൾ ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാനാ. ഞങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ടാവാനാ? അങ്ങനെ വല്ലതും ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അവൾ ഇനി ഇവിടെ നിന്ന് ജിഷയെ കാണാതായതിൽ അവൾക്കും റോക്കിക്കും പങ്കുണ്ടെന്ന് ജേഡി സംശയിക്കും. നാളെ ചിലപ്പോൾ പോലീസായിട്ടായിരിക്കും അയാൾ ഇങ്ങോട്ട് വരുന്നേ. അത് ഒഴിവാക്കേണ്ട കടമ അവൾക്കില്ലയോ? എന്നുവെച്ച് പുലിയെ പേടിച്ച് ആരെങ്കിലും പുലിമട കയറി ഒളിക്കുവോ? അവൾ ഇവിടെ തന്നെ നിൽക്കുന്നതിന്റെ പേരിൽ എന്നാ ഉണ്ടായാലും ഇച്ചായനത് സഹിക്കുമായിരുന്നല്ലോ. അതെന്നാത്തിനാ ചെയ്യാത്ത തെറ്റിനെ അവൻ കുരിശിലേറുന്നേ?
മാത്രമല്ല ആ കൊച്ചിന് ശരിക്കും എന്നതാ സംഭവിച്ചതെന്ന് അറിയാനും കൂടിയാ നാദിര ജയടിയുടെ അടുത്തോട്ട് പോയിരിക്കുന്നേ. അല്ലാതെ അയാളോടൊപ്പം തുടർന്ന് ജീവിക്കാനൊന്നും അല്ല. അപ്പോ അപ്പൊ ഇന്ന് തന്നെ തിരിച്ചിങ്ങി പോരോ? അതെങ്ങനെയാ? ജിഷയെ തിരിച്ചു കിട്ടും വരെ അവിടെ നിന്നില്ലെങ്കിൽ ജേഡി പിന്നെയും ഇങ്ങോട്ട് തന്നെ സംശയിക്കത്തില്ലയോ? അവള് വരും ഗ്ലാഡീസേ. നമ്മുടെ മാത്രം നാദിരമോളായി താമസിയാതെ അവൾ ഇങ്ങ് തിരിച്ചെത്തും. ഗുഡ് മോർണിംഗ്. വഴി മാറി. ഏയ്, എന്റെ റൂട്ട് ക്ലിയർ ആയിരുന്നു. പിന്നെ വഴിയിൽ ചെറിയൊരു ട്രാഫിക് ജാം, അതാ വൈകിയത്. വരാൻ തോന്നിയത്? ഹാ, അത് എന്നാ ചോദ്യവ ജേഡി? ജിഷ ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ജേഡി വാക്ക് പാലിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ജിഷ എന്തായാലും ഇവിടുന്ന് പോയേ. അപ്പൊ എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് ജേഡിയുടെ മനസ്സിൽ വേണ്ടാത്ത സംശയങ്ങളൊക്കെ ഉണ്ടാക്കും. ബോധ്യപ്പെടുത്തലുകൾ കൊണ്ട് സംശയത്തെ ഇല്ലാതാക്കാം. പക്ഷേ സത്യത്തെ മറയ്ക്കാനാവുന്ന കരുതണ്ട. അതെന്തെങ്കിലും തെളിഞ്ഞിരിക്കും. തെളിയണം, അത് തന്നെ എനിക്കും വേണ്ടത്. മൂടിക്കെട്ടിയ മനസ്സിൽ നിന്നും സത്യങ്ങൾ തുറന്നെടുക്കാൻ തന്നെ ഞാൻ വന്നത്. മനസ്സുകൊണ്ട് മനസ്സിനെ തുറക്കാൻ പറ്റൂ, വാശി കൊണ്ടല്ല. നിന്റെ അറിവില്ലായ്മയാണ് നിന്നെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നതെന്ന് സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മനസ്സിന് വേണ്ടി. വേണ്ട, അങ്ങനെ ഒരു മഹാമനസ്സൊന്നും നിങ്ങൾ എന്നോട് കാണിക്കണ്ട. പ്രായം കൊണ്ട് അന്തരം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഭർത്താവാ. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാത്രം എന്നെ കണ്ടാൽ മതി, അല്ലാതെ കാരണവരുടെ മനസ്സോടെ വേണ്ട. തിരിച്ചു വന്നത് പൊരുതാനോ അതോ ജീവിക്കാനോ? പൊരുതി ജീവിക്കാൻ, നിങ്ങളുടെ മുന്നിൽ ജയിച്ചു മടങ്ങാൻ. ഒരു മത്സരത്തിന് ഞാനില്ല. എനിക്ക് വേണ്ടത് സമാധാനവും സ്വസ്ഥതയുമാണ്. ഒപ്പം അവളും, ജിഷ. അതെ, മാറ്റി നിർത്താനും മറക്കാനും പോലും ഞാൻ ഒരുങ്ങിയതായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവളുടെ ചുമതല ഞാൻ ഇറക്കി വെക്കുന്നില്ല. നിങ്ങൾക്കതിനാവില്ലെന്നും എനിക്കറിയാം. പക്ഷേ അതിനുവേണ്ടി എന്നെ വിശ്വസിപ്പിക്കാൻ ചെയ്തതൊക്കെ പിഴച്ചു പോയല്ലോ. ഇതുകൊണ്ടൊന്നും നാദരെ ഒപ്പം നിർത്താനോ ഒഴിവാക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. രണ്ടിനും ഞാൻ ശ്രമിച്ചിട്ടില്ല. നീ ഒപ്പം തന്നെയാണെന്ന വിശ്വാസവും ഒഴിയാനാണ് ഇഷ്ടമെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും എനിക്കുണ്ട്. എന്തൊരു വിശാല മനസ്കത! എത്ര തന്മയത്വത്തോടാ അത് പ്രകടിപ്പിക്കാനാവുന്നത്! ഒരെഴുത്തുകാരനാവുന്നതിനേക്കാൾ നല്ലത് ഒരഭിനേതാവാകുന്നതായിരുന്നു ജേഡിക്ക് നല്ലത്. അതിൽ നന്നായിട്ട് ശോഭിച്ചേനെ. അല്ല, ഇതാരായി വന്നിരിക്കുന്നത്? ദേഷ്യവും പിണക്കൊക്കെ തീർന്നോ കുഞ്ഞെ? പിന്നെ തീരാതെ. ഒരു കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എൽദോ? എന്ന് വെച്ച് എപ്പോഴും അത് മനസ്സിൽ വെച്ച് നടന്നാ പിന്നെ ജീവിതം ഉണ്ടോ? ഏയ്, ഒരിക്കലും ആ, വേണ്ട സാറേ, ചായ. ഇതൊക്കെ ഇപ്പോഴെങ്കിലും കുഞ്ഞ് മനസ്സിലാക്കിയല്ലോ. എൽദോയ്ക്ക് സമാധാനമായി. പക്ഷേ ഇവിടെ ഒരാൾക്ക് ഉള്ള സമാധാനം കൂടെ പോവാ ചെയ്തത്. അത് കാര്യമാക്കണ്ട കുഞ്ഞെ. ജിഷ കൊച്ചിൻ്റെ കാര്യത്തിൽ തൽക്കാലത്തെ കുഞ്ഞും താണു കൊടുത്തേക്ക്. അതോടെ എല്ലാ പ്രശ്നവും തീരും. താണ് കൊടുക്ക മാത്രല്ല എൽദോ, ഞാൻ അവളെ ജേഡിക്ക് കണ്ടെത്തി കൊടുക്കും. അതെന്റെ കൂടെ ഒരു ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അല്ല സാറേ, ബുക്കും പേപ്പറും കൈ വെക്കാത്തതിന് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നേ? ബൈക്ക് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ഒറിജിനൽ പേപ്പർ ഹാജരാക്കിയിട്ട് വിട്ടു തന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഫൈൻ അടച്ചോളാം. അല്ലാതെ വെറും ഒരു പെറ്റി കേസിന് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ സാറേ?
താനെന്താ പോലീസിനെ ശരിയും തെറ്റും പഠിപ്പിക്കുകയാണോ? അയ്യോ അതൊന്നും അല്ല സാറേ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവായിരുന്നു. അപ്പോഴാ സാറ് വണ്ടി ചാർജ് ചെയ്ത്. അവിടുന്ന് തന്നെ എന്നതാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്നാത്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? തന്നെ പെറ്റിയടിക്കാനൊന്നും പിടിച്ചാലോ, CS സാർ പ്രത്യേകം പറഞ്ഞ് പൊക്കിച്ചതാ. എന്റെ കർത്താവേ, അതെന്നാത്തിനാ? ഞാൻ എന്റെ പഴയ പരിപാടിയൊക്കെ നിർത്തിയേക്കുമല്ലോ സാറേ. അതൊന്നും എനിക്കറിയാൻ മേല. താനവിടെ മാറിയെന്നേ, സാറിപ്പോൾ വിളിപ്പിക്കും. ഇവിടെ നിന്നിട്ട് നമ്മൾ തമ്മിൽ എന്താ ഇടപെടെന്ന് സാറിന് തോന്നണ്ട. കണ്ടോ കാര്യം, ആ കൊച്ചുപിടുന്ന് കെട്ടി പോകണമെന്ന് ഞാനും ആഗ്രഹിച്ചതാണെങ്കിലും അതിനെ കാണാതായപ്പോൾ ഒരു പ്രയാസം. ഒന്നുമല്ലെങ്കിൽ ഒരു പെങ്കൊച്ചല്ലയോ. വെറും പെങ്കൊച്ചല്ലല്ലോ, അടവുകൾ മുഴുവൻ പഠിച്ച ഉണ്ണിയാർച്ചയല്ലേ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, എവിടെ നിന്ന് പഴിച്ചോളും. എവിടെ നിന്ന് പിഴയ്ക്കാൻ? കുഞ്ഞൊരു പാവമായതുകൊണ്ട് അവൾ അഭിനയവും നെകളിപ്പൊക്കെ ഇവിടെ നടന്നു. അതും കൊണ്ട് വേറെ വല്ലതും ചെന്നാ തൊലി ഉരിഞ്ഞു പോകത്തേ ഉള്ളൂ. ശരിക്കും ഞാനൊരു പാവമായിരുന്നു അല്ലേ? ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അതെ. കുഞ്ഞിന് ഒരിക്കലും ഒരു ദുഷ്ടയാവാൻ ഒക്കത്തില്ല. അതുകൊണ്ടല്ലേ മനസ്സ് കേൾക്കാതെ പിന്നെ ഓടി വന്നത്. അതെ, മനസ്സിനെ പറഞ്ഞു നിർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാ ഞാൻ തിരിച്ചു വന്നത്. ഇനി പഴയതൊന്നും ഓർക്കണ്ട കുഞ്ഞെ. ആ കൊച്ചിനെ കുറിച്ചുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടാരെ. എൽദോ പറയാതെ തന്നെ ഞാനത് എന്നേ വിട്ടു. ഇപ്പൊ എന്റെ മനസ്സില് പുതിയ അറിവുകളും ചിന്തകളുമാ. ആ ഇനി ആ കൊച്ചിനെ എവിടുന്ന് കണ്ടുപിടിക്കുക കൂടി ചെയ്താൽ സമാധാനമായി. കുഞ്ഞിങ്ങ് തിരിച്ചു വന്ന സ്ഥിതിക്ക് JD സാറിന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുത്തൊന്നുമില്ല. കുഞ്ഞങ്ങനെ ചിരിച്ചു കള്ളുവൊന്നും വേണ്ട. JD സാറിൻ്റെ മനസ്സും കുറേയൊക്കെ എനിക്കറിയാം. ആ കൊച്ചിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലേ സംഗതി അവതാളത്തിലാവും. വല്ലതും സംഭവിച്ചു പോയാൽ എല്ലാവരും കുടുങ്ങും. ഹേയ്, എല്ലാരും ഒന്നും കുടുങ്ങില്ല എൽദോ, ഞാൻ മാത്രമേ കുടുങ്ങൂ. എനിക്കായിരുന്നല്ലോ അവളോട് പക. അവൾ ഒഴിഞ്ഞു പോകേണ്ടത് എന്റെ മാത്രം ആവശ്യമായിരുന്നില്ലേ? പലരും സംശയിക്കുന്നതും എന്നെ തന്നെയാ. ആരാ കുഞ്ഞ ഈ പലരും? JD സാറ് ഒരിക്കലും കുഞ്ഞിനെ ആ രീതിയിലൊന്നും സംശയിക്കത്തില്ല. പിന്നെ ജിഷ കൊച്ചിനെ വഴിക്ക് വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് അറിഞ്ഞേ പിന്നെ സാറിന് റോക്കിയ സംശയമുണ്ട്. അത് പിന്നെ ആരായാലും സംശയിച്ചു പോകത്തില്ലയോ? റോക്കിയങ്കളി ചെയ്തത് വിവരക്കേട് തന്നെയാ. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് മറ പിടിച്ചു കൊടുക്കുന്ന വിഡ്ഢിത്തം. വിഡ്ഢിത്തം മൂത്ത് കയ്യബദ്ധമായി കാണുമോ കുഞ്ഞ്? വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന് സ്വഭാവക്കാരനായിരുന്നില്ലയോ? സ്വഭാവമൊക്കെ മാറിയെന്ന് അമ്മാമ്മ പറഞ്ഞെങ്കിലും എനിക്കെന്തോ ഒരു വിശ്വാസക്കുറവ്. കുഞ്ഞിനെന്നതാ തോന്നുന്നത്? ഇല്ല, എന്റെ അറിവില് റോക്കിയങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടാതെ റോക്കിയങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നാ വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്ത ഒരാളുണ്ട്, അമ്മാമ്മ. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പലതും അമ്മാമ്മ റോക്കിയെ ഏൽപ്പിച്ചത്. ആ കൂട്ടത്തിൽ ആ കൊച്ചിൻ്റെ കാര്യവും.